നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പുതുവർഷം കടന്നു വരാനായി ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ഏവരും ആകാംക്ഷയോടെയാണ് പുതുവർഷത്തെ വരവേൽക്കാനായി കാത്തിരിക്കുന്നത്. ഏതൊക്കെ ഭാഗ്യങ്ങളാണ്, എന്തൊക്കെ നേട്ടങ്ങളാണ് തങ്ങൾക്ക് പുതുവർഷത്തിൽ വരുന്നത് എന്നറിയാൻ ഏവരും ജിജ്ഞാസയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. ജീവിതത്തിൽ സമ്പത്ത്, സന്തോഷം, സമാധാനം എന്നിവ നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രദാനം ചെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ശുക്രൻ തന്നെയാണ്. ശുക്രൻ്റെ അനുഗ്രഹം സിദ്ധിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം എന്നിവയോടുകൂടി വസിക്കുവാനായി സാധിക്കുന്നതാണ്. ഈ വരുന്ന പുതുവർഷം 2025 ശുക്രൻ രാശിമാറ്റം നടത്തുന്നതിൻ്റെ ഫലമായി 9 നക്ഷത്രക്കാർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും, സമ്പത്ത്, സമൃദ്ധി, സമാധാനം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമാധാനമാണ്. അങ്ങനെ തുടങ്ങി 10 മടങ്ങ് നേട്ടങ്ങളായിരിക്കും ജീവിതത്തിൽ വന്നു ചേരാനായി പോകുന്നത്. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു പരിഹാരം എന്നോണമായിരിക്കും 2025 എന്ന വർഷം കടന്നു വരാൻ പോകുന്നത്. ഒരുപാട് ഗ്രഹങ്ങളുടെ മാറ്റത്തിന് വിധേയമാകുന്ന ഒരു വർഷം കൂടിയാണ് 2025. അതിന് മുന്നേയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിവിടെ പറയുന്നത് ശുക്രൻ്റെ മാറ്റത്തെക്കുറിച്ചാണ്. 2025 ശുക്രൻ അനുഗ്രഹത്തിൽ വരാൻ പോകുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി ഭാഗ്യവും നേട്ടവും സമ്പത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും വന്ന് ഭവിക്കാൻ പോകുന്നുണ്ട് 9 നക്ഷത്രക്കാർക്ക്. അപ്പോൾ ആ നക്ഷത്രക്കാർ, ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. 2025 എന്ന പുതുവർഷത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ ആ നേട്ടങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾക്ക് അറിയണം. എങ്കിൽ മാത്രമേ ആ വർഷം നമ്മൾക്ക് എത്രത്തോളം ഗുണകരമായി വരും എന്നത് നമുക്ക് മുൻകൂട്ടി ഒരു ധാരണയിൽ കൂടി എത്തുന്നതിനായി സഹായിക്കുകയുള്ളൂ. അപ്പോൾ 2025 ശുക്രൻ്റെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യം തന്നെ തുടങ്ങാം. ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ബിസിനസ്സിൽ ഉള്ള ആ ഒരു തളർച്ച, ആ ഒരു മന്ദത ഒക്കെ മാറുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഭയങ്കര ഉയർച്ചയുടെ ഒരു വർഷമാണ് 2025. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കും. അതുകൊണ്ട് 2025 തങ്ങളുടെ ബിസിനസ് എങ്ങനെ പോകും, ഉയരുമോ അതോ താഴ്ചയാണോ എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർ, മേടം രാശിക്കാരായ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷ വാർത്ത തന്നെയാണ്. 2025 സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ കൊയ്യാൻ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നൊരു വർഷമായിരിക്കും. അതേപോലെ തന്നെ മേടം രാശിക്കാരായ എല്ലാ ആളുകൾക്കും നേട്ടത്തിൻ്റെ ഒരു വർഷമായിരിക്കും വരാൻ പോകുന്ന 2025. ഇനി ജോലിയില്ലാതെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ടെസ്റ്റൊക്കെ എഴുതി പക്ഷേ അതൊന്നും കിട്ടുന്നുണ്ട്, എന്നാൽ ചിലതൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റായി കിടക്കുന്നു, അല്ലെങ്കിൽ ചിലതൊക്കെ ഇപ്പോൾ കിട്ടും പിന്നെ കിട്ടുമെന്ന് പറഞ്ഞ് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ഒരു ഇത് പറയാറില്ലേ, അതുപോലെ നഷ്ടമാകുന്നുണ്ട്. തടസ്സം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല. അതിന് ഒരു പരിഹാരം എന്നത് പറയാനുള്ളത് ക്ഷേത്ര ദർശനം എന്നതാണ്. കുടുംബ പരദേവതയുടെ അനുഗ്രഹം സിദ്ധിക്കാത്ത പക്ഷവും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. നമ്മൾ അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും, വാർഷിക ദിനം വരുമ്പോഴെങ്കിലും പരദേവതാ ക്ഷേത്ര ദർശനം നടത്തുക, ഉടയാട സമർപ്പിക്കുക, പൂമാല സമർപ്പിക്കുക. അമ്മയ്ക്ക് അതൊക്കെ അന്നേ ദിവസം വളരെ ഇഷ്ടമാണ്. ഏത് കുലദേവത ആരോ, ദേവനും ദേവിയോ, അപ്പോൾ അവിടെ ചെല്ലുക, ക്ഷേത്രദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ഒന്ന് സമർപ്പിക്കുക. ചില തടസ്സങ്ങൾ അങ്ങനെയും ആകാം. എല്ലാത്തിനും ഗ്രഹങ്ങളെ പഴിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ എത്രത്തോളം വളർന്നാലും നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മൾ മറന്നു കഴിഞ്ഞിട്ട് എന്ത് നേടിയാലും ആ നേട്ടത്തിനൊന്നും വിലയില്ലാതായിപ്പോവും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കുലദേവതാ പ്രീതി വളരെ അത്യാവശ്യമാണ്. ജോലിയിൽ നേട്ടമുണ്ടാകുന്നതിനൊക്കെ, അതുപോലെ ജീവിതം കരകയറുന്നതിന്, പച്ചപിടിക്കുന്നതിനൊക്കെ അത് വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ 2025 മേടം രാശിക്കാരായ അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമ വിവാഹത്തിനുള്ള സമയം കൂടി ഉണ്ടാവുകയാണ്. പിന്നെ ജോലിയിൽ പ്രമോഷൻ്റെ കാര്യം, മേലുദ്യോഗസ്ഥരുടെ ഒരു പിന്തുണ ഉണ്ടാകുകയും പ്രമോഷൻ ഉണ്ടാകുകയും അതുവഴി അംഗീകാരം, പ്രശസ്തി, നേട്ടങ്ങളൊക്കെയും വന്നു ഭവിക്കാനും പൊതുമധ്യത്തിൽ മാന്യതയൊക്കെ വരാനും ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം. കാരണം ശുക്രൻ എല്ലാവിധ ഭാഗ്യങ്ങളുമാണ് തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വിധേനയുള്ള നേട്ടങ്ങളും നമ്മളിലൂടെ കടന്നുപോയേ മതിയാകും. അങ്ങനെ ഒരു വർഷമാണ് 2025. പ്രമോഷൻ ലഭിക്കും. അതേപോലെ തന്നെ കുടുംബാന്തരീക്ഷം, കുടുംബത്തിൽ ഉണ്ടായിരുന്ന വഴക്കുകൾ, അല്ലെങ്കിൽ ബഹളങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഉണ്ടാകുന്ന കലവിലകൾ, അതായത് ചില വീടുകളിൽ എപ്പോഴും കലവില ശബ്ദം എന്ന് പറഞ്ഞാൽ രണ്ടാമത് കുട്ടികൾ മുഖേനയായിരിക്കും. അങ്ങനെയുള്ള കലവില ബഹളങ്ങളൊക്കെയും മാറി സന്തോഷമായ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വർഷം കൂടിയായിരിക്കും 2025. ചുരുക്കി പറഞ്ഞാൽ
നേട്ടത്തിൻ്റെ ഒരു വർഷം തന്നെയാണ്. ശുക്രൻ 10 മടങ്ങ് നേട്ടവുമായിട്ടാണ് 2025 ആ ഒരു രംഗപ്രവേശനം ചെയ്യാനായി പോകുന്നത്. അതിൻ്റെ ഫലമെന്നോണം മേടം രാശിക്കാർക്ക് ഭാഗ്യം വാരി വിതറപ്പെടുന്ന ഒരു അവസ്ഥ കൂടിയാണ് 2025 കാത്തിരിക്കുന്നത്. വൃശ്ചികമാണ് അടുത്ത രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. ലാഭത്തിൻ്റെ ഒരു വർഷമായിരിക്കും 2025. വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് തെളിയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നെങ്കിൽ അതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം മറ്റൊരു ജോലി ചെയ്യാൻ നമ്മൾക്ക് പറ്റുന്ന, നമ്മളാൽ കഴിയുന്ന പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തപ്പെടുകയും ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മൾക്ക് പല വിധേനയുള്ള വരുമാനങ്ങളും കരസ്ഥമാക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം നമ്മൾക്കുണ്ടാകുന്നു. അപ്പോൾ എക്സ്ട്രാ ധനം നമ്മളിലേക്ക് വരികയാണ്. കർമ്മ മേഖലയിൽ, ഏത് മേഖലയിലാണോ നിങ്ങൾ കർമ്മം ചെയ്ത് വേതനം നേടുന്നു ആ മേഖലയിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി ഉണ്ടാകുക, അത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. സമ്പത്ത് എന്ന് പറയുന്ന കാര്യം എപ്പോഴും പറയാറുണ്ട്, നാണയമാണ്, ചക്രമാണ്. അതിങ്ങനെ ഒരാളുടെ കയ്യിലിരിക്കും, പിന്നെ അത് വേറൊരാളുടെ കയ്യിലേക്ക്, അതിങ്ങനെ ഉരുണ്ടുരുണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, കറങ്ങി. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കറങ്ങിപ്പോയാലും തിരിച്ച് നമ്മളിലേക്ക് ബൂമറാങ് പോലെ തിരിച്ചു വരണമെങ്കിലും ഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹം നമ്മൾക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. അതോടൊപ്പം കുലദേവതാ പ്രീതി അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒത്തുചേർന്ന് വരുമ്പോൾ അത് നമ്മളിലേക്ക് എത്തപ്പെടേണ്ടത് കൂടിയാണ്. അത് അതിനകത്ത് സംശയം യാതൊന്നും വേണ്ട. തടസ്സപ്പെട്ട ധനം കിട്ടാനുള്ള, അതായത് നിങ്ങൾ ആർക്കെങ്കിലും ധനം കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ജോലിയുടെ ആവശ്യമായിട്ടാവാം, അല്ലെങ്കിൽ കടം കൊടുത്തതാകാം, ഉറ്റ ബന്ധുക്കൾക്കാണെങ്കിൽ ഉറ്റ സുഹൃത്തുക്കൾക്ക് തിരിച്ച് കിട്ടുമെന്ന ഒരു മനസ്സോടുകൂടി നമ്മൾ കൊടുത്തതാണ്. പക്ഷേ അത് തിരിച്ച് കിട്ടാതെ നമ്മളെ പറ്റിക്കപ്പെട്ട അവസ്ഥയൊക്കെ ഉണ്ടാകും. ആ അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് കിട്ടേണ്ട ധനം തിരിച്ച് ആ വ്യക്തി മുഖേന നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഒരു സമയമാണ്. ബന്ധങ്ങളിലെ വിള്ളലുകളൊക്കെ നികത്താൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയം വിജയകരമാകുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ വാഹനം, വസ്തു എന്നിങ്ങനെ നമ്മൾ ഒരുപാട് നാളായി സ്വപ്നം കണ്ട പല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നേടി ഒരു നിർവൃതിയോടുകൂടി നിങ്ങൾക്ക് ആ ഒരു വർഷത്തെ കടന്നു പോകാനും അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ ജീവിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാർക്ക് 2025. ധനുവാണ് അടുത്ത രാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് 2025 പൂർവിക സ്വത്ത് വന്നു ചേരാനുള്ളൊരു ഭാഗ്യം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ കാരണം, ഇപ്പോഴെന്തെങ്കിലും വിധേന നിങ്ങൾക്കത് ലഭിക്കാതെ പോവുകയും തർക്കത്തിൽ പെട്ടുകിടക്കുകയും, കേസോ വഴക്കോ അതിർത്തി തർക്കങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടുകിടന്ന വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യമാണിത് പ്രത്യേകിച്ച് പറയേണ്ടത്. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ഇനി ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പുതിയ വിധേനയുള്ള ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ പ്രൊമോഷനായിരിക്കും. പ്രൊമോഷൻ വരുന്ന സമയത്ത് നമ്മൾക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. നമ്മൾ ഒരു പടി കൂടി, ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് എത്തുകയാണ്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന ഒരു സമയമാണ്. അതിനനുസരിച്ചുള്ള വേതനം ലഭിക്കുന്ന സമയമാണ്. അനുകൂലമായ ഒരു വർഷമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ധനു രാശിക്കാർക്ക് 2025. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾ പോകാനുള്ള ഒരു ഭാഗ്യം. ഉല്ലാസയാത്ര നമ്മൾ എപ്പോഴാണ് പോകുന്നത്, നമ്മുടെ മനസ്സിന് സന്തോഷം വരുമ്പോൾ മാത്രമേ നമ്മൾക്കൊരു ഉല്ലാസയാത്രയ്ക്ക് പോകാനുള്ള മനസ്സുണ്ടാവും. അല്ലാതെ വിഷമിച്ച് സങ്കടക്കടലിൽ കിടക്കുമ്പോൾ നമുക്ക് ഊട്ടി പോകാം, അല്ലെങ്കിൽ കൊടൈക്കനാലിൽ പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് പോകാൻ തോന്നുകയില്ല. ഇത് നമ്മളുടെ മനസ്സിലേക്ക് സന്തോഷം വരിക, നമ്മളിലേക്ക് സമ്പാദ്യം വരുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി നമുക്ക് മനസ്സ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടൂറിന് പോകാം, ഒന്ന് കറങ്ങാൻ പോകാമെന്ന ചിന്ത നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയും ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് അനുഭവിക്കേണ്ട സുഖങ്ങളൊക്കെയും കൊണ്ടുതരികയാണ് 2025 ശുക്രൻ്റെ ഒരു അനുഗ്രഹം നിമിത്തം. മുമ്പ് ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആ ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ ഒക്കെയും മാറുന്ന ഒരു തലത്തിലേക്കായിരിക്കും 2025 ശുക്രൻ കൊണ്ട് എത്തിക്കുന്നത്. കാരണം ശുക്രൻ്റെ അനുഗ്രഹം വരുമ്പോൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ദാരിദ്ര്യം, ആ ദുഃഖങ്ങൾ, ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ, അസുഖങ്ങൾ, അസ്വസ്ഥതകൾ ഇതൊക്കെ മാറണം എന്നതാണ് അതിൻ്റെ ഒരു വാസ്തവമായ കാര്യം. കാരണം ശുക്രൻ അനുഗ്രഹം കൊണ്ടുതരുമ്പോൾ നമ്മളെ ഇപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് എത്തപ്പെടണമെന്ന് വേറൊരു തലത്തിലേക്ക് നമ്മൾ ഉയരുകയാണ്. അപ്പോൾ 2025 ധനുരാശിക്കാർക്ക് വളരെ നല്ല നേട്ടത്തിൻ്റെ സമയമാണ്, അഭിവൃദ്ധിയുടെ സമയമാണ്. കർമ്മ മേഖലയിൽ വളരെയേറെ ഉയർച്ച നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാനായി സാധിക്കുന്ന ഒരു സമയമാണ്. പുതിയ പല വരുമാന സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന സമയമാണ്. ഇപ്പോൾ ചെറു ബിസിനസ്സുകളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. ആരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വീട്ടുജോലി എന്ന് പറഞ്ഞാണ് അമ്മമാരിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ആരും ഇരിക്കുന്നു. എല്ലാവരും ചെറിയ തയ്യലുകളായാലും അല്ലെങ്കിൽ അങ്ങനെ ഓൺലൈനായിട്ടുള്ള ജോലികളായി അങ്ങനെ പല വിധേനയുള്ള രീതിയിലും അവർക്ക് കഴിയുന്ന രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്.
കിട്ടാനുള്ള ധനം തിരികെ ലഭിക്കാനുള്ളൊരു ഭാഗം കാണുന്നുണ്ട്. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും ചെയ്യുന്നതാണ്. കാരണം ഒരു ജീവിതത്തിൽ ബന്ധങ്ങൾ, വിള്ളലുകൾ മാറി ദൃഢമാകുന്നതിനൊക്കെയും ഒരു അനുഗ്രഹം തരുന്ന ഗ്രഹം കൂടിയാണ് ശുക്രൻ. അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും സഹോദര ബന്ധങ്ങളാകട്ടെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ട് എന്തെങ്കിലും പറഞ്ഞ് പിരിഞ്ഞ് നിങ്ങൾ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള വിള്ളലുകളൊക്കെയും നികത്തി നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷത്തോടെ പോകാൻ ശുക്രൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്ന 2025 വളരെ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ ഒരു വർഷമാണ് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം.